ഹലോ, പീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രോപ്പ് ബ്ലഡ് ലോട്ടസിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത്. പേര് പോലെ തന്നെ നല്ല ബ്ലഡ് കളറാണ് കേട്ടോ ഡ്രോപ്പ് ബ്ലഡ് ലോട്ടസിനുള്ളത്. സാധാരണ എന്നും ഉണ്ടാകുന്നതിനേക്കാളും ഒരിത്തിരി ഉയരത്തിലാണ് കേട്ടോ എനിക്കിന്ന് ഈ താമര ഉണ്ടായി കിട്ടിയിരിക്കുന്നത്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി താമരയാണ് കേട്ടോ അത്. എപ്പോഴും നമുക്ക് പൂ തന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. ട്യൂബറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബഡ് തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഡ്രോപ്പ് ബ്ലഡ്. ഈ കാണുന്ന പോട്ടിൽ തന്നെ എനിക്ക് 5 മുട്ടാണ് ഒരുമിച്ച് വന്ന് നിന്നത്. അതിൽ 2 മുട്ട ഈ കാലാവസ്ഥയുടെ ആവണം കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന 3 മുട്ടിൽ ഒരു പൂവ് 2 ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള 2 മുട്ടുകളാണ് ഈ കാണുന്നത്. ഇതിലൊരു മുട്ട നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ വിരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. വിരിയിച്ച് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധം ഇതിനില്ല കേട്ടോ. പിന്നെ നമ്മൾ വിരിയിച്ചിട്ട് കൊടുക്കുമ്പോൾ താമര ഒരു 5-6 ദിവസം വിരിഞ്ഞ് നിൽക്കും. വിരിയിച്ച് കൊടുക്കുമ്പോൾ താമരയ്ക്ക് നല്ല നിറവും ഉണ്ടാവും. തന്നെ വിരിയാണെങ്കിൽ 3 ദിവസമേ പൂവ് നിൽക്കുള്ളൂ കേട്ടോ. 3-ാമത്തെ ദിവസത്തേക്ക് പൂവിൻ്റെ ഇതളുകളെല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ് കാണാറുള്ളത്. മാത്രമല്ല പൂവിൻ്റെ നിറം ഒരല്പം നരച്ചിട്ടും മങ്ങളോടും കൂടിയിട്ടാണ് കാണാറുള്ളത്. ഈ താമര എന്നല്ല, ഒരുവിധം എല്ലാ താമരപ്പൂക്കളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചുവന്ന ഇതളുകൾക്കിടയിൽ അതിനൊരു മഞ്ഞ നിറത്തിലുള്ള സീഡ് പോഡാണുള്ളത്. നമ്മുടെ ഇന്നത്തെ താരത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.